എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തൃക്കേട്ട നക്ഷത്രം, വൃശ്ചികക്കൂറ്, അസുരഗണം, പുരുഷയോനി, ഭാഗ്യസംഖ്യ 5, ഭാഗ്യനിറങ്ങൾ പച്ച, ചുവപ്പ്, ചേരാത്ത നിറങ്ങൾ നീല, കറുപ്പ്, വെള്ള എന്നിവയാണ്. തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് അനുകൂലമായ രത്നം മരതകമാണ്. ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക. പ്രിയരെ, ഈ അധ്യായത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ, തൃക്കേട്ട നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ, തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ, ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തൃക്കേട്ട നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം. തൃക്കേട്ട നക്ഷത്രക്കാരികൾ ധൈര്യശാലികളും മികച്ച കഴിവുള്ളവരും സത്യസന്ധരും ആയിരിക്കും. ജീവിത പങ്കാളിക്ക് മികച്ച സഹായങ്ങൾ ചെയ്യുന്നവരായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരികൾ. അതുപോലെ തികഞ്ഞ സത്യസന്ധരും സുന്ദരികളും ആയിരിക്കും ഇവർ. എത്ര അടുപ്പം ഉള്ളവരാണെങ്കിലും ഒരു അവസരം വന്നാൽ ആ ബന്ധം ഉപേക്ഷിക്കുവാൻ ഒരു മടിയും കാണിക്കാത്തവരായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരികൾ. തർക്കത്തിലോ വഴക്കിലോ സ്വപക്ഷം ജയിക്കാനായി 1000 കാരണങ്ങൾ കണ്ടെത്തി തർക്കിച്ച് ജയിക്കാനുള്ള അസാമാന്യ കഴിവും സാമർഥ്യവും ഉണ്ടായിരിക്കും ഈ തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക്. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാൻ അതിയായ താല്പര്യമുണ്ടായിരിക്കും ഇവർക്ക്. അവസരങ്ങൾക്കൊത്ത് പെരുമാറി സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാരികൾ നല്ല ഭാഗ്യശാലികളും ആയിരിക്കും. തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് ഏതെങ്കിലും തെറ്റിദ്ധാരണയോ സംശയമോ വന്നാൽ അത് തിരുത്താൻ വലിയ പ്രയാസമായിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിൽ അധികവും ദാമ്പത്തിക ക്ലേശവും സന്താന ദുഃഖവും അനുഭവിക്കുന്നവരായി കാണുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരികൾ സദാസമയം അപമാനഭാരത്തിൽ കഴിയുകയും അതുപോലെ സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്നവരായും കാണുന്നു. ദാരിദ്ര്യ ദുഃഖം, അതുപോലെ കുടുംബജീവിതത്തിൽ ക്ലേശങ്ങൾ, ഇവ മിക്കവാറും തൃക്കേട്ട നക്ഷത്രക്കാരികളിൽ ഉണ്ടാകും. ബന്ധുക്കളെയും അതുപോലെ അയൽവാസികളെയും തൃക്കേട്ട നക്ഷത്രക്കാരികൾ വേഗത്തിൽ തന്നെ ശത്രുക്കളാക്കി മാറ്റും എന്ന് പറഞ്ഞാലും കുറവല്ല. മറ്റുള്ളവർക്ക് എന്തു തോന്നും എന്ന് കരുതാതെ എടുത്തടിച്ചു പോലെയുള്ള സംസാര രീതിയായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരികളുടേത്. സ്വന്തം ആളുകളുടെ കാര്യമായാലും മറ്റുള്ളവരുടെ കാര്യമായാലും വെറുതെ മനസ്സിലിട്ട് നീട്ടി അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റും. അതൊരു ചെറിയ പ്രശ്നമായാലും ശരി. ഭർത്താവിൽ നിന്നുള്ള ഗുണത്തെക്കാളും സന്താനങ്ങളിൽ നിന്നാകും ഗുണങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് ഉണ്ടാവുക. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികളുടെ വിവാഹത്തിന് കാലതാമസം നേരിടുന്നതായി കാണാം. മാത്രമല്ല ഭർതൃസുഖവും ദാമ്പത്തിക സുഖവും വളരെ കുറഞ്ഞും കാണുന്നു. നല്ല സൗകര്യത്തോടെ ജീവിക്കാനായിരിക്കും ഇവർ ഇഷ്ടപ്പെടുക. അതിനായി കാശ് സമ്പാദിച്ച് വയ്ക്കുവാൻ തന്നെ ഇവർ മറന്നിരിക്കും. വിശ്വസിച്ച് സ്നേഹിക്കുന്നവർക്ക് ഇവർ സ്വന്തം ഹൃദയം പറിച്ചു കൊടുക്കാനും മടിക്കില്ല. അത്രയും ആത്മാർത്ഥതയായിരിക്കും. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാരികൾ ഒരിക്കൽ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആരായാലും പിന്നീട് ഒത്തുചേർത്ത് വയ്ക്കുക വലിയ പ്രയാസമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്നും അധികം കരുതൽ ഇവർക്ക് ലഭിക്കണമെന്നില്ല. തൃക്കേട്ട നക്ഷത്രക്കാരികൾ കോപിച്ചു കഴിഞ്ഞാൽ എന്താണ് വിളിച്ചു പറയുക എന്നത് പ്രവചിക്കാൻ പ്രയാസമായിരിക്കും. തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് യാത്ര ചെയ്യുന്നത് ഭൂഷണമായിരിക്കില്ല. ഇത് ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എവിടെ ചെന്നാലും തനിക്ക് ബഹുമാനവും ആദരവും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിർബന്ധ ബുദ്ധിക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാരികൾ. അതുകൊണ്ടിവർ അത്തരം ഇടങ്ങളിൽ പോകാൻ മാത്രമേ ഉത്സാഹം കാണിക്കാറുള്ളൂ. തന്നെക്കാളും പ്രായം കൂടുതലുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രക്കാരികൾ. പക്ഷേ കർക്കശമായ ഇവരുടെ സ്വഭാവം പലരുടെയും അതൃപ്തിക്ക് കാരണമായി തീരാറുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് പറയുന്ന സ്വഭാവവും മറ്റുള്ളവരുടെ ശത്രുതയ്ക്ക് കാരണമായി തീരാറുണ്ട്. ബുധദശയിലാണ് ജനനം. പുതിയ അറിവ് നേടാനും
അത് തൻ്റെ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് സാധിക്കാറുണ്ട്. കിട്ടേണ്ട കാര്യങ്ങളിൽ കണിശ സ്വഭാവം കാണിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാരികൾ കൊടുക്കേണ്ട കാര്യങ്ങളിൽ നന്നേ അമാന്യം കാണിക്കാറുണ്ട്. പുറമേ ഉള്ളവരോട് വാക്കിൽ വിനയം കാത്തു സൂക്ഷിക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാരികൾ എപ്പോഴും ശ്രമിക്കും. ഇവർ എപ്പോഴും ഭദ്രമായ ജീവിതം ആഗ്രഹിക്കുന്നവരായിരിക്കും. എല്ലാത്തിനും താനാണ് വലുത് എന്ന ചിന്താഗതിക്കാരായ തൃക്കേട്ട നക്ഷത്രക്കാരികളെ മറ്റുള്ളവർ അകറ്റി നിർത്താൻ നോക്കും. നല്ല കൈപുണ്യമുള്ളവരാണ് തൃക്കേട്ട നക്ഷത്രക്കാരികൾ. നിർബന്ധ ബുദ്ധിയും വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികളും മുൻകോപവും, ഈ 3 കാര്യങ്ങളും തൃക്കേട്ട നക്ഷത്രക്കാരികൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും പ്രിയങ്കരയായി മാറാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ തുറന്നടിച്ച പോലെയുള്ള സംസാര രീതി നിങ്ങളെക്കുറിച്ചുള്ള നല്ല അഭിപ്രായത്തെയും അടുത്തുള്ളവരെയും ഉപകാരം ചെയ്യാൻ വരുന്ന ആളുകളെയും നിങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളെയും അകറ്റുമെന്ന കാര്യം ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. അടുത്തതായി തൃക്കേട്ട നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രിൻറ്റിംഗ്, പബ്ലിഷിംഗ്, പെയിൻറ്റിംഗ്, പരസ്യം, കെമിക്കൽ എഞ്ചിനീയറിംഗ്, നിർമ്മാണം, ഇൻഷുറൻസ്, ആരോഗ്യരംഗം, പട്ടാളം, ജഡ്ജി, തപാൽ വകുപ്പ്, കൊറിയർ, ജയിൽ അധികാരി എന്നീ മേഖലകളിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാനായാൽ തൃക്കേട്ട നക്ഷത്രക്കാരികൾ ശോഭിക്കും. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. കാർത്തിക, ആയില്യം, ഉത്രം, ചിത്തിര, വിശാഖം എന്നീ നക്ഷത്രങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളാണ്. അതുപോലെ ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. പൂരാടം, തിരുവോണം, ചതയം, മിഥുനം രാശിയിലെ മകയിരം, തിരുവാതിര, മിഥുനം രാശിയിലെ പുണർദം എന്നീ നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങളാണ്. അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃത്ത് ബന്ധം, കൂട്ടുവ്യാപാരം, വിവാഹം ഇതൊന്നും പാടില്ല. അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക. കൂടാതെ ഈ നക്ഷത്രക്കാരുമായി തൃക്കേട്ട നക്ഷത്രക്കാരികൾ സൂക്ഷിച്ച് ഇടപെടുകയും വേണം. ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം. തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് ആരംഭ ദിശ ബുധനാണ്. തൃക്കേട്ട നക്ഷത്രക്കാരികൾക്ക് പൊതുവെ സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല. നല്ല പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്യുക. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദേവത ഇന്ദ്രനാണ്. ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓം ഇന്ദ്രായ നമഃ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിലും എഴുതാനും ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.